നമസ്കാരം ഫ്രണ്ട്സ്. എന്താ ആരാ? താങ്ക് യു ഫ്രണ്ട്സ്. നമ്മളെ ഇൻഫ്ലുവൻസർ പ്രധാനമന്ത്രിയല്ലേ ഇത്? 2 വീഡിയോ കൊണ്ട് രാജ്യം കുലുക്കിയ മോദിജി. പക്ഷെ എന്താ കഥ? മോദിജി പാതിരാത്രി ഉറക്കമൊഴിച്ചിരുന്ന് ചെയ്ത 2 വീഡിയോ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. മൂപ്പരെ രാജിവെപ്പിച്ചു. ആരെ? നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കേണ്ടി വന്നു. എന്നിട്ട് സ്വന്തം തടി നൈസായി കഴിച്ചിലാക്കിയില്ലേ? മാമൂലി വിഷയം നഹീ ഹൈ. ഈ മാമൂലൊന്നും ശരിയല്ല. നഹീ ഹേ സാറേ. കൽ ദേർ രാത് ആപ്സെ മിൽനെ കാ മൗക മിൽ ഗയാ. അതെ, രാത്രിക്ക് രാത്രി വന്നിട്ട് സമരം ചെയ്യുന്ന പിള്ളേരോട് സോപ്പിട്ട് വർത്താനവും പറഞ്ഞ് പോയിട്ടേ ജെൻസി പിള്ളേർക്ക് വാക്കൊക്കെ കൊടുത്തിട്ടേ ഒടുക്കം സമരം പൊളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടേ എല്ലാം പൊളിഞ്ഞു പോയില്ലേ സാറേ? പ്രധാൻ രാജിവെച്ചു ഇല്ലേ? നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? മോദിജിയും കൂട്ടരും സമരം പൊളിക്കാൻ ഒരുപാട് പരിപാടി നോക്കിയതാണ്. ഒടുക്കം ഒന്നും ശരിയാകാണ്ട് വന്നപ്പോൾ ചർച്ചക്കും വിളിച്ചു. പ്രധാൻ്റെ രാജിയൊന്നും നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ CJPക്കാർ പറഞ്ഞു അത്രേ, എന്നാൽ പ്രധാൻ രാജിവെക്കണ്ട, പ്രധാൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതായത് പ്രധാനമന്ത്രി രാജിവെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതോടെ മൂപ്പരുടെ ഉറക്കം പോയി എന്നാണ് ഡൽഹിയിലെ കഥ. അങ്ങനെ പാതിരാത്രി തോറും വീഡിയോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും സംഗതി അവസാനിക്കാതായപ്പോൾ പ്രധാൻ തന്നെ രാജിവെക്കുകയും പ്രധാനമന്ത്രി രാജിവെക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെ പ്രധാനോട് വിളിച്ചു പറഞ്ഞു, പ്രധാൻ ഒന്നുകിൽ നീ രാജിവെക്കുക, അല്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കായിരിക്കും എന്ന്. എൻ്റെ കസേര എനിക്ക് വിടാൻ പറ്റില്ല, അതുകൊണ്ട് പ്രധാൻ താങ്കൾ രാജിവെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണത്രേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. പ്രധാനെ രാജിവെപ്പിച്ചതോടെ ഈ കഴിഞ്ഞ 2 ദിവസമായി പാതിരാത്രി വീഡിയോകളൊക്കെ വെറുതെയായി. പോലീസിനെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് കണ്ടിട്ടാണ് സകല സാധ്യതകളും കേന്ദ്ര സർക്കാർ പയറ്റിയത്. എന്നിട്ട് എന്തൊക്കെയായിരുന്നു? രാജ്യദ്രോഹികൾ, വിദേശ ഫണ്ട്, പോലീസ് മർദ്ദനം ഒന്നും നടക്കാണ്ടായപ്പോഴാണ് വെർട്ടിക്കലായി പാതിരാത്രി ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കൊക്കെ വഴി 2 വീഡിയോ ഇട്ടത്. ഈ CJPക്കാർ ഒരു പ്രധാനമന്ത്രിയെ കൊണ്ട് ചുടുചോറ് വാരിച്ചു എന്ന് പറയുന്നതാകും സത്യം. പ്രധാനമന്ത്രിയെ കൊണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഈ ജെൻസി പിള്ളേരില്ലേ, ജെൻസി ഇൻഫ്ലുവൻസർമാരൊക്കെ ഇല്ലേ, അവരൊക്കെ ഇടുമ്പോഴത്തെ വെർട്ടിക്കലായ വീഡിയോ ഇടിപ്പിച്ചു. അങ്ങനെയെങ്കിലും പിള്ളേർ നമ്മുടെ വഴിക്ക് വരുത്താനാകുമോ എന്ന തന്ത്രമാണ് പയറ്റിയത്. അർദ്ധരാത്രി ആവുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പേ വീഡിയോ ഇടുകയും തൊട്ടു പിന്നാലെ സമരം പൊളിക്കാൻ വഴി തേടുകയും ചെയ്യുന്ന പ്രത്യേകതരം സമീപനമാണ് സമരത്തിലുടനീളം സർക്കാർ CJPയോട് സ്വീകരിച്ചത്. ഇപ്പോൾ പ്രധാനം രാജിവെച്ച് അവരുടെ ഉറപ്പുകളും കൊടുത്ത് സമരം തീർത്തപ്പോൾ BJPയോടും സർക്കാരിനോടും പ്രധാനോടും ഒരുപാട് ചോദ്യങ്ങൾ നാട്ടിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം, നമ്മുടെ സർക്കാരിൻ്റെ ഈ ക്രൂരതകൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യണം. ജന്തർ മന്ദിറിലെ സമരത്തെ ലാത്തിയും പവറും കൊണ്ട് നേരിടാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അവരുടെ ഈ രാജിയിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ അവരുടെ ഇൻ്റർനെറ്റ് കട്ടിയച്ചു, കേസെടുപ്പിച്ചു, സഹായിക്കുന്നവരുടെ വീടുകളിൽ പോയി വരെ കേസെടുത്തു, പിന്തുണയ്ക്കുന്നവരെ പേടിപ്പിച്ചു. ആ പേളിമാണിവരെ, കേരളത്തിലെ പേളിമാണിവരെ പേടിച്ചു കൊടുക്കാം അതിക്രമത്തെ ന്യായീകരിച്ച് പോസ്റ്റ് ഇടേണ്ടി വന്നു. കൂട്ടത്തിലുള്ള ആളുകളെ മുഴുവൻ പെട്ടെന്ന് പോസ്റ്റ് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ടു എന്നൊക്കെയാണ് കഥ. സമരക്കാരെ അപഹസിച്ചും പരിഹസിച്ചും ആക്രമിച്ചും പേടിപ്പെടുത്തിയും മിത്രങ്ങൾ ഒന്നാകെ രംഗത്തിറങ്ങിയത്രേ. അതൊന്നും കണ്ടില്ലെന്ന മട്ടിൽ സെൽഫി വീഡിയോ എന്നും പറഞ്ഞ് ജെൻസിയെ ചാക്കിലാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ വെർട്ടിക്കൽ വീഡിയോ നാടകം 1 അല്ല 2 എണ്ണം. ആദ്യത്തെ വീഡിയോയിൽ ഫ്രണ്ട്സ് എന്ന് വിളിച്ച് തുടങ്ങിയതേ മൂപ്പർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ആരുടെ ഫ്രണ്ട്സ്, എന്ത് ഫ്രണ്ട്സ്, എങ്ങനത്തെ ഫ്രണ്ട്സ്, എവിടുത്തെ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ജെൻസി ഇറങ്ങി കമന്റ് ബോക്സിൽ കൈകാര്യം ചെയ്തു. പക്ഷെ മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ടാക്കി കേട്ടോ. വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എന്ന് വരുത്തി തീർത്ത ശേഷം സർക്കാർ അമിത്ഷാജിയുടെ പോലീസ് എന്താ ചെയ്തതെന്ന് അറിയാലോ? ഇന്റർനെറ്റ് കട്ട് ചെയ്തു, സമരരംഗത്ത് നിന്ന് ഇന്റർനെറ്റ് കട്ട് ചെയ്തു, സമരം പൊളിക്കാൻ സമരക്കാരെ തുരത്താൻ. ആശയവിനിമയം റൂട്ടിൽ തന്നെ കട്ട് ചെയ്താൽ സമരം പൊളിക്കാലോ എന്നുള്ള നമ്മുടെ ബുദ്ധി ഇവിടെ കാശ്മീരിലും മണിപ്പൂരിലുമൊക്കെ ചെയ്തതുപോലെ. പക്ഷെ സംഗതി അതുപോലെ സിമ്പിളായിരുന്നില്ല. കട്ട് ചെയ്തെടുത്തും മോഡിയുടെ പാതിരാത്രി വീഡിയോ വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിലിരുന്ന് കണ്ടു, നാടുനീളെ കണ്ടു, കമൻറ്റ് വിട്ടു, മില്യൺ കണക്കിന് വ്യൂസ് വന്നു. പക്ഷേ കമൻറ്റ് ബോക്സിൽ മില്യൺ കണക്കിന് കൈകാര്യകർത്തൃത്വം നടന്നു എന്ന് മാത്രം. അപ്പോഴാണ് ഇൻ്റർനെറ്റ് കട്ടാക്കിയിട്ടും ഈ സമരക്കാരെങ്ങനെയാണ് സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് വിമർശിക്കാൻ കമൻ്റ് ഇടുന്നത് എന്നെല്ലാമുള്ള ആകുലതയിലായിരുന്നു ഭരണകൂടം, അമിത്ഷാജിയുടെ പോലീസ്. അവർ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തതിനെതിരെ കോടതിയിലൊക്കെ പോയി. കോടതിയുടെ വിലപ്പെട്ട സമയം വിദ്യാർത്ഥി പ്രശ്നത്തിന് വേണ്ടി കളയാനുള്ളതല്ലോ. അവിടെ മോദിജി സർക്കാരിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാറുണ്ട്. ന്യൂജനോടാ കളി. അവർ പുതിയ വഴി കണ്ടുപിടിച്ചു. സമരത്തിൻ്റെ ആശയ കൈമാറ്റത്തിനായി ബിറ്റ് ചാറ്റ് വരെ ഉപയോഗിച്ചു. അതായത് മൊബൈൽ നെറ്റ്വർക്കോ ഇൻ്റർനെറ്റോ ഇല്ലാത്തപ്പോൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഓപ്പൺ സോഴ്സ് മെസ്സേജിംഗ് ആപ്പ്. ബ്ലൂടൂത്ത് ലോ എനർജി സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നെറ്റ്വർക്ക് സൃഷ്ടിക്കും, എന്നിട്ട് ആപ്പ് പ്രവർത്തിപ്പിക്കും. 10 മുതൽ 100 മീറ്റർ വരെയാണ് ദൂരപരിധി. കൂടുതൽ ആളുകൾ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് ഈ പരിധി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരു പെരുകി പോകും. ആപ്പ് ഉപയോഗിക്കാൻ പ്രത്യേക അക്കൗണ്ട് വേണ്ട എന്നതും ഇതിൻ്റെ പ്രത്യേകതയാണത്രേ. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള കുടില തന്ത്രം ബീറ്റ് ചാറ്റിലൂടെ സമരക്കാർ പൊളിച്ചു. അതിന് പിന്നാലെയാണ് 2ാം വീഡിയോയുമായി പ്രധാനമന്ത്രി ചിരിച്ചുകൊണ്ട് ഇന്നലെ വന്നത്. ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് 40 സെക്കൻഡ് വീഡിയോയുടെ ദൈർഘ്യം. 2ാം ദിനത്തിൽ 2 ഫ്ലെക്സിബിലിറ്റിയാണ് ഞാൻ കണ്ടത്.
മൂപ്പര് ഉദ്ദേശിച്ചത് ഒന്ന്, ഞാൻ നിരന്തരം നിങ്ങളോട് സംവദിക്കുന്ന ആളാണ്, പിന്നെ ഈ വീഡിയോയിലും ഉണ്ടല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോയിലും അത് കുട്ടികളെ നിങ്ങളെപ്പോലെ ഞാനും സ്വയം തന്നെയാണ് നിയന്ത്രിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ തന്നെയാണ് ഇങ്ങനെ ക്യാമറ ഓണാക്കിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫോണിൻ്റെ അടുത്ത് നിന്ന് കൈ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് പിൻവലിക്കുന്ന ഒരു തന്ത്രം കൂടി മൂപ്പര് പറ്റിയിട്ടുണ്ട്. കണ്ട മൂപ്പര് ജെൻസി തന്നെയെന്ന്. അത് കഴിഞ്ഞ് ഞാൻ കിക്കിടലിനായി സംസാരിക്കും എന്ന് മൂപ്പര് പറയുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ വീഡിയോയെ പറ്റി പറയും. ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ എമാതിരി റീച്ചാണ്, നിങ്ങൾക്ക് നന്ദി. कल देर रात आपसे मिलने का मौका मिल गया। मेरे जो वीडियो पोस्ट किया था उसको जिस प्रकार से आपने रिस्पॉन्ड किया, सकारात्मक सुझाव दिए, മൊത്തത്തിൽ താങ്ക്സ് പറയും. थैंक्स टू एवरीबडी। ഇനിയാണ് കിക്കിടലൻ സാധനം. അതായത് എൻ്റെ ഫോൺ ക്യാമറ ഉണ്ടല്ലോ, ഈ ഞാൻ സെൽഫി വീഡിയോ എടുക്കുന്ന ക്യാമറ ഉണ്ടല്ലോ, അത് ഞാൻ തന്നെ ഓഫ് ചെയ്യും, നിങ്ങളത് ശരിക്കും നോക്കണേ എന്ന് പറഞ്ഞ് മൂപ്പര് ഇങ്ങനെ ആ ഫോണിൻ്റെ ഈ സൈഡിൽ കൊണ്ടുവന്നിട്ട് കൈ കൊണ്ട് കുത്തും. थैंक यू दोस्तों। കണ്ടില്ലേ? ഇതാ ഒന്നും കൂടി കണ്ടോളൂ. എങ്ങനെയുണ്ട്? ഈ എന്നോടാണോ മക്കളെ നിങ്ങളുടെ സമരം എന്നതായിരുന്നു ഭാവം. എന്നിട്ട് മൂപ്പര് ഫോൺ ഓഫാക്കിയിട്ട് എന്താ ചെയ്തെന്നറിയോ? മൂപ്പരുടെ സർക്കാർ, ആഭ്യന്തര വകുപ്പ്, അമിത്ഷാജിൻ്റെ പോലീസ് ഒരു കാര്യം ചെയ്തു. സമരക്കാർക്ക് മേലെ അവസാനത്തേത് എന്ന് വിചാരിച്ച ഒരു ആണി കൂടി അടിച്ചു നോക്കി. റോഡും അടച്ച് തലയും അടിച്ചു പൊട്ടിച്ച് ഈ പോലീസ് ഇൻ്റർനെറ്റ് നിരോധിച്ച് കൈകാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് തോറ്റുപോയ പോലീസ് മോദിയുടെ 2ാം വീഡിയോ കഴിഞ്ഞ ഉടനെ അവരുടെ ആകെ ആശ്രയമായി അവർ കണ്ടുപിടിച്ച ബിറ്റ് ചാറ്റിനെ പൊളിക്കാൻ വേണ്ടി ഒരു തന്ത്രം പറ്റി. നേരത്തെ പറഞ്ഞില്ലേ, ഇൻ്റർനെറ്റ് കട്ട് ചെയ്തപ്പോൾ വാട്സപ്പും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഇല്ലാതായപ്പോൾ അവരൊരു വഴി കണ്ടെത്തിയെന്ന് ആശയവിനിമയത്തിന് ബിറ്റ് ചാറ്റ് ഇന്ത്യയിൽ തന്നെ നിരോധിക്കാനുള്ള നടപടി എടുത്തുത്രേ. ആപ്പ് ഡെവലപ്പർമാരുടെ പ്ലാറ്റ്ഫോമായ ഗിറ്റ് ഹബിനോട് ആപ്പ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ. ഇതാണ് ഇന്ന് രാവിലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എക്സ് സഹസ്ഥാപകനും ബിറ്റ് ചാറ്റ് ഡെവലപ്പറുമായ ജാക്ക് ഡോഴ്സി എക്സിലൂടെ ഇക്കാര്യം പുറത്തുവിടുകയും ചെയ്തു. നെറ്റ്വർക്ക് നിയന്ത്രണത്തിലുള്ള ഇത്തരം ആപ്പുകൾ വലിയ സുരക്ഷാ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞാണ് കേന്ദ്രം കാരണം അവരുടെ മുമ്പിൽ നിരത്തിയിരിക്കുന്നത്. അത് നിരോധിച്ചാൽ അടുത്തത് ജീവൻ പ്രതിസന്ധിയിലായി കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇമാതിരി ആണികളൊന്നും ചെലവാവില്ല എന്ന് മോദി ടീം മനസ്സിലായില്ല. ഇനി ഒടുക്കം നിരോധിച്ച് കസേര പോകാണ്ടിരിക്കാൻ ഇന്ത്യ തന്നെ നിരോധിച്ച് കളയുമോ എന്നായിരുന്നു എൻ്റെ പേടി. എന്തായാലും ജെൻസികളെ തോൽപ്പിക്കാൻ വെർട്ടിക്കൽ വീഡിയോയും ഇട്ട് ബിറ്റ് ചാറ്റ് നിരോധിക്കുക വരെ ചെയ്തിട്ട് പ്രധാൻ്റെ രാജിയോടുകൂടി അവസാനിച്ചപ്പോൾ BJPക്ക് ബോധ്യമായി കാണും, മോദിക്ക് ബോധ്യമായി കാണും. പക്ഷേ അതിനു മുമ്പ് എല്ലാ തന്ത്രങ്ങളും പറ്റിയിരുന്നു. മോദിയുടെ ഈ പാതിരാ വീഡിയോയുടെ വ്യൂ ഒക്കെ വെച്ച് മോദി PR ടീം എന്തൊക്കെ കൗണ്ടറാണ് അടിച്ചതെന്നറിയോ? BJPയുടെ സോഷ്യൽ മീഡിയ സെൽ മോദിയുടെ വീഡിയോ കണ്ട ആളുടെ കണക്ക് വെച്ച് ഗോദി മീഡിയകളിലൂടെ സമരക്കാരേക്കാൾ BJPക്കാണ് പിന്തുണ എന്ന ആഖ്യാനം ഉണ്ടാക്കി. വ്യാഴാഴ്ച രാത്രി 11:52 ചെയ്ത ആദ്യ വീഡിയോ വന്നതിന് ശേഷം മോദിയുടെ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് കൂടിയത്രേ. 10 ലക്ഷം കൂടിയെന്നാണ് കണക്ക്. ഇത് പ്രധാനമന്ത്രിക്കുള്ള പിന്തുണയാണ് എന്ന് അവർ വ്യാഖ്യാനിച്ചു. അതായത് വിദ്യാർത്ഥികളുടെ തലതല്ലി പൊളിച്ചതിനുള്ള പിന്തുണ എന്ന് IT സെല്ലിൻ്റെ ആഖ്യാനം. മോദിയുടെ ഇമാതിരി വീഡിയോ മിസ്സാകാതിരിക്കാനും മൂപ്പരുടെ ചളിപ്പൊന്ന് കാണാനും വേണ്ടിയാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ മൂപ്പരുടെ പേജ് ഫോളോ ചെയ്യുന്നത്. പിന്നെ പ്രധാനമന്ത്രി കൂടിയാണല്ലോ. അതെല്ലാം പിന്തുണയാണ്, സമരത്തിനെതിരായ നിലപാടാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? എന്തായാലും വ്യാഴാഴ്ചയിലെ 2ാം വീഡിയോയുടെ കണക്ക് അതിലും മേലെ പോകും എന്നൊക്കെ, സമരം പൊളിയാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞവർ കാത്തിരിക്കുകയായിരുന്നു IT സെല്ലുകാരും സൈബർ ഗുണ്ടകളൊക്കെ. എന്താ കഥ? ഒടുക്കം പ്രധാൻ ഇല്ലെങ്കിൽ പ്രധാൻ മന്ത്രി രാജിവെച്ചാലും മതി എന്ന ആഹ്വാനം അടിവേരിളക്കും എന്ന് മോദിക്ക് ഉറപ്പായിരുന്നു. അതോടെ പ്രധാൻ രാജിവെക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തി. ഈ BJP സർക്കാർ വീണ RSS വിടില്ലല്ലോ. അപ്പോൾ RSS തന്നെ പറഞ്ഞു അത്രേ, പരിപാടി അവസാനിപ്പിച്ചോ, പെട്ടെന്ന് രാജിവെച്ച് വീട്ടിൽ പോയിക്കോന്ന്. അങ്ങനെയാണ് അത്രേ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. ഇതെല്ലാം കാത്തിരുന്ന നമ്മുടെ മറ്റേ ഗോദി മീഡിയക്കാരൊക്കെ അപ്പോൾ ആരായി? ഇനിയിപ്പോൾ ജെൻസിയുടെ ഈ സമരത്തിൻ്റെ തുടർച്ചയായി മൻ കി ബാത്ത് പോലെ രാത് കി ബാത്ത് ഇൻസ്റ്റഗ്രാമിൽ വെർട്ടിക്കലായി പ്രധാനമന്ത്രി നടത്തോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. കാരണം നടത്തിയ 2 ബാത്തിന് ശേഷം സമരക്കാരോട് ചെയ്ത് നാട്ടുകാർ മറക്കൂലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ രാത് കി ബാത്തൊക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളോട്, ഏത് തരത്തിലായിരിക്കും സമീപനം എന്നുള്ള ആശങ്ക ഉണ്ടാവില്ലേ? ഓരോ ദിവസവും ഇമാതിരി ബാത്ത് കഴിയുമ്പോൾ സർക്കാരും പോലീസും ഏജൻസികളും എന്തൊക്കെ ചെയ്യും എന്ന് നേരത്തെയുള്ള പല അനുഭവങ്ങളുണ്ടല്ലോ. ഈ സമരത്തിൻ്റെ മറക്കാനാകാത്ത വേദനയാണ് ചലോ സൻസദ് മാർച്ച്. ആ മാർച്ചിൽ പോലീസ് കാണിച്ച ക്രൂരതകൾ. സമരം അവസാനിപ്പിച്ചപ്പോൾ അവർക്കെതിരെ നടപടി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ എതിരെ എന്നത് ചോദ്യമാണ്. പോലീസും കൂലി പോലീസും കൂടി ചെയ്ത ക്രൂരത മറക്കാൻ കഴിയില്ല. സമരം അവസാനിക്കുന്നതിനിടെ സർക്കാർ വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കുറച്ച് നന്നായി അറിയാൻ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഓപ്പൺ മാഗസിനിൽ ഉല്ലേഖ് NPയുടെ വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. തീവ്രവാദികളെയും മറ്റും നേരിടാൻ ഉപയോഗിക്കുന്ന മുളക് ബോംബുകൾ, ചില്ലി ബോംബുകൾ സമരരംഗത്ത് ഉപയോഗിച്ചു എന്ന ആരോപണത്തെക്കുറിച്ചാണ് വാർത്ത. ജൂലൈ 20 CJPയുടെ ചലോ സൻസദ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. തങ്ങൾക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് മുളക് ബോംബുകൾ ഉപയോഗിച്ചു എന്നാണ് ആരോപണം. ലോകത്തിലെ ഏറ്റവും എരിവേറിയ ഭൂത് ജലോക്കിയ മുളക് പൊടി നിറച്ച ഗ്രനേഡുകൾ ഉപയോഗിച്ചു എന്നാണ് ആരോപണം. ഇതിന് തെളിവായി സമരക്കാർ ചില വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച കാര്യം നേരത്തെ പുറത്തു വന്നതാണ്. ആണിയടിച്ച വടികൾ കൊണ്ട് കൂലിക്കെടുത്തവരുടെ സംഘത്തെയും
പോലീസ് ഇറക്കി. പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊക്കെ ഞെട്ടലോടെ കണ്ടു. ഇതൊക്കെ കണ്ടിട്ടാണ് പേളിമാണിയൊക്കെ പറഞ്ഞത് വേഗം സ്ഥലം വിട്ടോ മക്കളെ എന്ന്, ഏത് മർദ്ദിക്കുന്ന പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട്. എന്തായാലും മോദിജി വെർട്ടിക്കൽ വീഡിയോ വഴി വിപ്ലവം ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞ് മൂപ്പരുടെ സർക്കാർ ചെയ്യുന്ന ക്രൂരത വെർട്ടിക്കൽ അല്ല, കുറച്ചും കൂടി ആഴത്തിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അനുഭവങ്ങൾ. ഈ സമരം ഇന്ത്യൻ ജനതയുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ഒപ്പം മലയാളികളുടെയും. നമ്മളോ നമ്മുടെ മക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒരു പ്രശ്നത്തിൽപ്പെടുമ്പോൾ ആരൊക്കെ കൂടെ ഉണ്ടാകും, ആരൊക്കെ ഒറ്റുകാരാകും എന്ന തിരിച്ചറിവ് തന്ന സമരം. അധികാരത്തിൻ്റെ തണലിൽ സമരക്കാർക്കെതിരെ മൈക്കും ക്യാമറയുമായി നീങ്ങിയ ഗോദി മീഡിയകൾ തോറ്റ സമരം. അർണബ് ഗോസ്വാമിമാർ മുതൽ ജനം TV വരെ മുട്ടുകുത്തിയ സമരം. അവിടെ സോഷ്യൽ മീഡിയയും സകല സാധ്യതകളും പുതിയ തലമുറ ഉപയോഗിച്ചു. പരമ്പരാഗത കോർപ്പറേറ്റ് മീഡിയ തോറ്റു തൊപ്പിയിട്ട് നാണം കെട്ട് നിൽപ്പാണ്. സമരം വിജയിച്ചു എന്നത് ശരിയാണ്, എന്നാൽ എല്ലാ സമരവും വിജയിക്കണമെന്നില്ല. ഇനിയും അങ്ങനെയൊക്കെ ആയിരിക്കാം. സമരമാണ് പ്രധാനം. ഈ സമരത്തിനിടെ സമരത്തെ മാത്രമല്ല, അതിന് അനുഭാവം നിൽക്കുന്നവർ പോലും ഒറ്റുകൊടുക്കാൻ ഇറങ്ങിത്തിരിച്ചവരെ തിരിച്ചറിയാനുള്ള അസുലഭ അവസരവും നമുക്ക് ലഭിച്ചു. സ്വന്തം സുഹൃത്തിൻ്റെ മകളെ വരെ അപമാനിക്കുന്ന മേജർ രവിമാരെ നമ്മൾ കണ്ടു. അടികൊണ്ട് പിടയുന്ന സമരക്കാരുടെ എന്തിനാ അടികൊള്ളുന്നത്, വീട്ടിൽ പോയിക്കൂടെ, ഞാനൊക്കെ കാവ്യാണ് എന്ന് ന്യായീകരിക്കുന്ന പേളി മാണിമാരെ കണ്ടു. കസേര സംരക്ഷിക്കാൻ ഇതൊക്കെ ന്യായീകരിക്കണമല്ലോ എന്ന് വിചാരിച്ച് കാശ്മീരിൽ ഓടിച്ച കഥ പറഞ്ഞ കൃഷ്ണകുമാറുമാരെ കണ്ടു. മുണ്ടാട്ടം മുട്ടിയ സുരേഷ് ഗോപിയെ കണ്ടതേയില്ല. ഒപ്പം നമ്മുടെ പിൻതലമുറയ്ക്കൊപ്പം എല്ലാ അവഹേളനവും മറന്ന് കൂടെ നിന്ന വിസ്മയ മോഹൻലാലും രഞ്ജിനി ഹരിദാസും പാർവതി തിരുവോത്തും മുതൽ ടൊവിനോയും ജോജുവും മമ്മൂട്ടിയും വരെ സമരത്തിനിറങ്ങിയ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും കടന്നു പോകുന്ന അനുഭവം ഓർത്ത് പലപ്പോഴും നമ്മൾ ആകുലപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡൽഹിയിലെത്തിയ ഭക്ഷണത്തിൻ്റെ കണക്ക് കേട്ട് നമുക്ക് ആഹ്ലാദ കണ്ണീർ വന്നിട്ടുണ്ടാവും. ഈ കേരളത്തിലിരുന്ന നമ്മൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങ് അകലെ സമരവേദിയിലെ മക്കളെ ഓർത്ത് രക്ഷിതാക്കൾ എത്ര അസ്വസ്ഥത അനുഭവിച്ചു കാണും. പരീക്ഷാ തട്ടിപ്പുകളുടെ തുടർച്ചയായി പ്രധാന്റെയും കുത്തഴിഞ്ഞ ഭരണത്തിൻ്റെ സമ്മർദ്ദത്തിൽ ജീവൻ പോയ മക്കളുടെ ചിത്രം നോക്കി എത്ര രക്ഷിതാക്കൾ വെള്ളം പോലും കുടിക്കാതിരുന്നിട്ടുണ്ടാവും. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നാം ഒരു ജനതയാണ്, പരാജയപ്പെടുന്ന ജനതയല്ല. വിദ്വേഷികളും തുരപ്പന്മാരും തുരപ്പികളും അണിനിരന്നാലും ഒരു മരമായി ഉലയാതെ നിൽക്കാൻ കഴിയുന്ന ജനതയാണ്. അതിന് ബലമാകുന്ന വൻമരങ്ങൾ നമുക്ക് ചുറ്റും വളരുകയും ചെയ്യും. CJP സമരം നൽകിയ ആശ്വാസ പാഠം, ശുഭഭാവിയെക്കുറിച്ചുള്ള പ്രചോദനാത്മകമായ അനുഭവങ്ങൾ പറയുന്നത് അതാണ്. ഇപ്പോൾ പ്രധാൻ്റെ കസേരയെ പോയിട്ടുള്ളൂ. ഇനിയും കഴിഞ്ഞ 13 വർഷത്തെ പാതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ പ്രധാൻ തന്നെ പെരുവഴിയിലാകും എന്നുള്ള സൂചനയാണിത്. ചരിത്രം അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കണക്ക് ചോദിച്ച് വിളിച്ചു പറയിപ്പിച്ച ചരിത്രം. അപ്പോൾ ബൈ ബൈ. താങ്ക് യു ദോസ്തോ. ഓഫാക്കിക്കോ. മൊത്തം സിസ്റ്റം ഏതായാലും ഓഫാക്കേണ്ട മട്ടിലാണ്. ഈ പോക്ക് പോയാൽ അധികം വൈകാതെ ഓഫ് ആയിക്കോളും. ഓഫാക്കാതെ നോക്കിയാൽ നന്ദി. നമസ്കാരം.